അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, സഫർ മാസം നമ്മോട് വിട പറയുകയാണല്ലോ. ഇന്നത്തെ സൂര്യാസ്തമയത്തോടുകൂടെ ഈ സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. സഫർ മാസത്തിലെ അവസാന ബുധനെക്കുറിച്ച് നമ്മുടെ പൂർവികരായ ചില ആത്മജ്ഞാനികളും സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാരും പ്രത്യേകമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസത്തെ എങ്ങനെയാണ് നാം സമീപിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് ഈ ദിവസത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം നമ്മൾ കൈക്കൊള്ളേണ്ടത്. ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നന്മയും തിന്മയും നൽകുന്നത് ദിവസങ്ങളോ മാസങ്ങളോ അല്ല, എല്ലാം അല്ലാഹുവിൻ്റെ വിധിയിലാണ്. അതുകൊണ്ട് സഫർ മാസത്തെയോ അതിലെ ഒരു പ്രത്യേക ദിവസത്തെയോ സ്വതന്ത്രമായി ദോഷത്തിൻ്റെ കാരണമായി വിശ്വസിക്കുന്നത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ അദുവ വലാ തുയറത വലാ ഹാമത വലാ സഫർ. രോഗം സ്വതന്ത്രമായി പകരുന്നു എന്ന വിശ്വാസമില്ല, ദുശ്ശകുനമില്ല, ഹാമയില്ല, സഫറിനെക്കുറിച്ചുള്ള അശുഭ വിശ്വാസവുമില്ല. അതുകൊണ്ട് സഫർ മാസം തന്നെ നഹ്സിൻ്റെ മാസമാണ് എന്ന് വിശ്വസിക്കരുത്. പക്ഷേ നമ്മുടെ ചില മഹാന്മാരായ പണ്ഡിതന്മാർ സഫർ മാസത്തിലെ അവസാന ബുധനെക്കുറിച്ച് ചില ആത്മീയ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മസ്ജിദുൽ ഹറാമിൽ മഖാം ഇബ്രാഹിമിൻ്റെ സമീപത്ത് ദർസ് നടത്തിയിരുന്ന ഷാഫിഈ പണ്ഡിതനായ അല്ലാമ അബ്ദുൽ ഹമീദ് അലി അൽ ഖുദ്സി റഹിമഹുല്ലാഹ് തൻ്റെ കൻസുൻ നജാഹി വസ്സുറൂർ എന്ന ഗ്രന്ഥത്തിൽ ചില ആരിഫീങ്ങളിൽ നിന്ന് ഇക്കാര്യം ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് പ്രകാരം സഫർ മാസത്തിലെ അവസാന ബുധനാഴ്ച വലിയ തോതിൽ ആപത്തുകൾ ഇറങ്ങുന്നു എന്നും അതിൽ നിന്ന് അള്ളാഹുവിനോട് സംരക്ഷണം തേടുന്നതിനായി ചില പ്രത്യേക ദിക്റുകളും ദുആകളും ചെയ്യണമെന്നുമാണ്. ഇതേ ആശയം ഇമാം ദൈറബി റഹിമഹുല്ലാഹ് അവരുടെ മുജർറബാത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവയെ നാം എങ്ങനെയാണ് കാണേണ്ടത്? ഇത് പരിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ച ഒരു നിർബന്ധിത കർമ്മമായി കാണേണ്ടതില്ല. എന്നാൽ മുൻകാല സ്വാലിഹീങ്ങളും ആത്മീയ ജ്ഞാനികളുമായ പണ്ഡിതന്മാർ അനുഭവപരമായി നിർദ്ദേശിച്ച ചില ദിക്റുകളും ദുആകളുമായതുകൊണ്ട് അവ നമ്മൾ ഒഴിവാക്കാതെ ശ്രദ്ധാപൂർവം ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇത്തരം അവസരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നതാണ്. നിസ്കരിക്കുക, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, സ്വലാത്ത് ചൊല്ലുക, ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, സ്വന്തം പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യുക, കുടുംബത്തിനും സമൂഹത്തിനും മുഴുവൻ ഉമ്മത്തിനും വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇതാണ് ഏറ്റവും സുരക്ഷിതമായ വഴി. ഈ ദിവസം സൂറത്തു യാസീൻ പാരായണം ചെയ്യാൻ ചില മഹാന്മാർ നിർദ്ദേശിച്ചതായി കൻസുൻ നജാഹി വസ്സുറൂർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. പ്രത്യേകമായി സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് എത്തിയാൽ 313 തവണ ആവർത്തിച്ച് പിന്നീട് യാസീൻ പൂർത്തിയാക്കുകയും തുടർന്ന് സ്വലാത്തും ദുആഉം നടത്തുകയും ചെയ്യുന്ന രീതി ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാസീൻ പാരായണം ചെയ്യുന്നതും അല്ലാഹുവിനെ സ്മരിക്കുന്നതും ദുആ ചെയ്യുന്നതും പൊതുവായി മഹത്തായ കാര്യങ്ങളാണല്ലോ. തുടർന്ന് ചൊല്ലാവുന്ന സ്വലാത്തുകളിൽ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തുൽ മുൻജിയ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് വതഖ്ളി ലനാ ബിഹാ ജമീഅൽ ഹാജാത്ത് വതുതഹിറുനാ ബിഹാ മിൻ ജമീഇൽ സയ്യിആത്ത് وترفعنا بها أعلى الدرجات وتبلغنا بها قصوى الغايات من جميع الخيرات في الحياة. മറ്റൊരു ദുആ ആണ് അല്ലാഹുമ്മ സ്രിഫ് അന്നാ ശർറ മാ യൻസിലു മിനസ് സമാഇ വമാ യഖ്റുജു മിനൽ അർദ് ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ, ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്നതുമായ എല്ലാ തിന്മകളെയും ഞങ്ങളിൽ നിന്ന് നീ നീക്കണമേ. തീർച്ചയായും നീ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണല്ലോ. പ്രിയമുള്ളവരെ, ഇതോടൊപ്പം നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅ്മൽ വക്കീൽ. ഞങ്ങൾക്ക് അല്ലാഹു മതി, അവൻ ഏറ്റവും നല്ല കാര്യനിർവാഹകനാണ്. അതുപോലെ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഉന്നതനും മഹാനുമായ അല്ലാഹുവിൻ്റെ സഹായമില്ലാതെ യാതൊരു ശക്തിയും കഴിവും ഇല്ല.
പ്രിയമുള്ളവരെ, ഇന്ന് സ്വഫർ മാസത്തിലെ അവസാനത്തെ ബുധനാണെന്ന് പറഞ്ഞ് നാം ഭയപ്പെടേണ്ടതില്ല. പകരം അള്ളാഹുവിനെ ഓർക്കുക, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, സ്വലാത്ത് വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാർ നടത്തുക, ദുആ ചെയ്യുക, തൗബ ചെയ്യുക. നമ്മുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സുരക്ഷയ്ക്കായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. കാരണം എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. നമ്മുടെ വിശ്വാസം ദിവസങ്ങളിലല്ല, നമ്മുടെ പ്രതീക്ഷ അള്ളാഹുവിലാണ്. നമ്മുടെ സുരക്ഷ ഏതെങ്കിലും പ്രത്യേക ദിവസത്തിലോ പ്രത്യേക കർമ്മത്തിലോ സ്വതന്ത്രമായി അധിഷ്ഠിതമല്ല. നമ്മുടെ ആശ്രയം അള്ളാഹുവിലാണ്. അതിനാൽ അള്ളാഹുവിനോട് നമുക്ക് പ്രത്യേകം ദുആ ചെയ്യുകയും അവനിലേക്ക് നാം അടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.